എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. അതാ വിപ്ലവവും അണ്ണന് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അൻവർ മുതലാളി ഇനി പലതും കാണിക്കും കേട്ടോ. മരുമോനെ ഉൾപ്പെടുത്താതെ മറ്റ് ഭാഗ്യാന്വേഷികളുടെ തണലിൽ വിപ്ലവം പൊട്ടിക്കാൻ ശ്രദ്ധിക്കണേ. അമ്പൂക്ക മാത്രം അങ്ങനെ ആളായി ഞെളിഞ്ഞാൽ എങ്ങനെയാ? കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അൻവർ ഏത് വർഗവികാരമാണ് അൻവർ ഈ ചെങ്കൊടിത്തണലിൽ വിരിയിക്കുന്നത് എന്നുള്ളതാണ്. ഏത് തരം വർഗവികാരമാ ഇക്ക മെനക്കെട്ട് വിരിയിക്കുന്നേ? അതുമാത്രമല്ല, നാവിൽ ഗുളികൻ തിന്ന നേരത്ത് ശിവന്റെയും പാപിയുടെയും കാര്യമൊക്കെ മുഖ്യദാസൻ പറഞ്ഞായിരുന്നല്ലോ. അക്കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നുണ്ട്. ഏത്? ശിവനാര് പാപി ആര് എന്ന കാര്യത്തിൽ. കേരളത്തിലെ എല്ലാതരം വിഷയങ്ങളെയും CPM-ന്റെ തൊണ്ടയിൽ കുടുക്കി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ്. കുറച്ചു നേരം പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശ്വാസം മുട്ടിയിട്ട് അകത്തേക്കും പുറത്തേക്കും ഇറക്കാൻ പറ്റാത്ത വിധത്തിൽ CPM ആകെ നീലച്ചിരിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് കാണുന്നത്. നീലകണ്ഠൻ തന്നെ ശിവൻ. പാർട്ടി ആകെ കരിനീലിച്ച കഥ ഇപ്പോഴല്ലേ മനസ്സിലായത്? CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെന്നാ ഇപ്പോഴത്തെ ശ്രുതി. KPSC നാടകത്തിന്റെ അവസാനം ജന്മി കൊടി പൊക്കി പൊക്കി പിടിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ചില വിപ്ലവ കുട്ടന്മാർ ചെങ്കൊടി പൊക്കി പൊക്കി പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇന്ന് വെച്ചാൽ തൻ്റെ കയ്യിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇങ്ങിതാ ഞങ്ങൾ പിടിച്ചോളാമെന്ന്. ഞങ്ങളിതൊന്ന് പൊക്കി പിടിക്കട്ടെ എന്ന് KT ജലീലും PV അൻവറും റസാഖും അതുപോലെ കുറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അംബാസഡർമാരായിട്ട് മറ്റേ അലി മുതലാളിമാരും ഒക്കെ വരുന്ന. ശിവ പാപികളെ, നിങ്ങളിത് കേൾക്കുന്നോ? മുഖ്യ ചരട് മറ്റാരുടെയോ കൈകളിലേക്ക് പോയെന്ന്. സത്യത്തിൽ പിണറായി വിജയൻ ഈ പുത്തൻ വർഗത്തിന്റെ ദല്ലാളാണ്. ഹീസ് ദ ബ്രോക്കർ. അയാൾ അതിന്റെ ദല്ലാളാണ്. അയാളാണ് ഇവരെ കൊണ്ടുവരുന്നതിന്. ദാസം മാമൻ അങ്ങനെ ശരിക്കും മാമനായി. പാവം ശോഷിച്ച് ഗതികെട്ടപ്പോ പ്രതിഷ്ഠിച്ച ഹിറ്റ്ലറിന് പ്രസ്ഥാനത്തിന്റെ അടിവേര് മാന്താൻ അനുവാദം കൊടുക്കേണ്ട അവസ്ഥ. PV അൻവറിന്റെ പരാതി അന്വേഷിക്കുമെന്ന് ആണ് MV ഗോവിന്ദൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഒരു ഗതികേടാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അനിവാര്യമായ ഗതികേട്. മുകേഷ് MLA മാത്രമാണ്, പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞ് യുക്തിതലം തെളിയിച്ച വേന്ദ്രനല്ലേ അനുഭവിക്കട്ടെ എന്ന്. അതല്ലേ നിവർത്തിയുള്ളൂ. 29 വകുപ്പാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. 4 ചായപ്പിടി കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നാണ് അൻവർ ചോദിച്ചത്. എന്താ ഉറക്കം വരുന്നു. അപമാനം അതിന്റെ മൂർധന്യാവസ്ഥയിൽ അനുഭവിക്കുന്നത് പുതിയ ദാസനായതുകൊണ്ട് കുഴപ്പമില്ല. ബ്രണ്ണൻ കോളേജിലെ ആക്രികൾക്കിടയിലൂടെ കട്ടൻ ചായക്കാറ്റ് അല്ല കട്ടച്ചോരക്കാറ്റടിക്കുമ്പോൾ മൂക്കുപൊത്തി ഓടി ഒളിക്കുന്ന പഴയ ദാസനെ ഈ വാർദ്ധക്യത്തിലും സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന മുഖ്യദാസൻ. കാലമേ, ഇതെന്തു വിധി! PV അൻവർ എന്ന് എവിടെയോ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു മണ്ഡലത്തിൽ സ്വന്തം കാശിന്റെയും തിണ്ണമിടുക്കിന്റെയും ബലത്തിൽ ജയിച്ചൊരു MLA ചോദിക്കുകയാണ് 4 ചായപ്പിടി കൈകാര്യം പറ്റുവോടോ തനിക്കെന്ന് ചോദിക്കുമ്പോൾ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? രണ്ടാൾ ഒരുമിച്ച് അങ്ങില്ലാതായി പോയി. ഏതായാലും ഈ അമ്പൂക്ക മുഖത്ത് നോക്കി നാണം കെടുത്തിയപ്പോഴും തല കുനിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയ മുഖ്യവിശാലത നിസ്സാരമല്ല. ഇവരെയൊക്കെ നോക്കി സഹതാപത്തോടെ ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ചിരിക്കുക. നേരെ ഇങ്ങടുത്തു. കഴിഞ്ഞു പോകുന്ന, അവസാനിക്കാൻ പോകുന്ന, ചരിത്രത്തിൽ അവസാനിക്കാൻ പോകുന്ന ഈ പ്രഹസനത്തിലെ അവസാനത്തെ കോമാളികളെ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും ഈ കേരളം മുഴുവൻ നിങ്ങളെ നോക്കി മനസ്സിലാക്കുന്നു. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. ചരിത്രത്തിലെ ഈ അവസാന കോമാളികൾക്ക് മാത്രം വട്ടപൂജ്യം എന്ന തങ്ങളുടെ മാർക്ക് കാണാനാവുന്നില്ല എന്നൊരു ദുഃഖം മാത്രം. ഞാൻ മാധ്യമപ്രവർത്തകരുടെ വരെ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ എന്താ എനിക്ക് തോന്നുന്നു വിനു വിജോന്റെ ഒക്കെ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? അട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അമ്പൂക്കയുടെ ഒരു കഴിവ്. ഇതാണ് സുന്ദര കേരളം.
റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത്തരം സാങ്കേതിക രംഗങ്ങളിലും യൂറോപ്യൻ മോഡലാണ് കേട്ടോ സ്വീകരിച്ചിരിക്കുന്നത്. പൊതുസമൂഹത്തെ നോക്കി കൊഞ്ഞനം കുത്താൻ എത്ര വൈദഗ്ധ്യമാണ് നമ്മുടെ മുതലാളിമാർക്ക്. കേരളത്തിലെ പൗരന്മാരുടെ ഫോൺ ചോർത്തുന്നതിന് വേണ്ടി കേരളത്തിലെ പോലീസും ആ പോലീസിനെ ഭരിക്കുന്ന പിണറായി വിജയനും അയാളുടെ കൂട്ടാളികളായ കുറെ രാഷ്ട്രീയ ധനിക മുതലാളിമാരും സർവാത്മന വിഹരിക്കുന്ന ഒരു രാജ്യത്ത് ഇയാൾക്ക് എങ്ങനെ ഭരണത്തിൽ തുടരാനുള്ള എന്ത് അർഹതയാണുള്ളത് എന്നുള്ളതാണ്. ഒന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. രജിസ്റ്റർ ചെയ്ത തൊലി എന്ന ഒരൊറ്റ അർഹത മാത്രം പോരെ, പിന്നെ വാഴ്ത്തിപ്പാടാൻ കുറെ കാല് നക്കികളും. കടം ചോദിക്കാൻ കേന്ദ്രം അവിടെ ഉള്ളത് കൊണ്ട് സാമ്പത്തികവും ഭദ്രം. നാട് മുടിക്കാൻ പിന്നെ എന്ത് അർഹത വേണം പറ. അയാളുടെ മകളുടെ കേസ് വന്നപ്പോൾ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് നിയമാനുസൃതം കാശ് വാങ്ങിയത് നാട്ടുകാർക്ക് മുന്നിൽ പിടിക്കപ്പെട്ടപ്പോൾ ക്ഷുഭിതനായി നിയമസഭയിൽ ചാടി എഴുന്നേറ്റ് പിണറായി വിജയൻ വന്ന് പറയേണ്ട ഇയാൾ ആഭ്യന്തരമന്ത്രിയല്ലേ? അയ്യോ, അത്തരം നിസ്സാര കാര്യങ്ങളിലൊന്നും വാ തുറന്നുവിടാ. വയറു നിറഞ്ഞാൽ ഏമ്പക്കം വിടണം, മഴ വന്നാൽ കുട നിവർക്കണം തുടങ്ങി അതീവ ഗൗരവമുള്ള വിഷയങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കലല്ലേ മുഖ്യ പണി. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. ഫോൺ ചോർത്തുന്നു എന്ന് സ്വയം അവകാശപ്പെട്ട കുറ്റവാളിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് വിളിച്ചു വരുത്തി തനിക്ക് പാലപ്പം വേണോ മുട്ടക്കറി വേണോ എന്ന് ചോദിച്ച് പറഞ്ഞേക്കാനാണോ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നത്? ഇയാൾ എന്ത് കഴിവുകെട്ട മുഖ്യമന്ത്രിയാണ്. ജനങ്ങളുടെ തൃപ്തി മതിയായെങ്കിൽ ഇത്രയും കേട്ടിട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കൂടെ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ക്ലിഫ് ഹൗസിലെ കോഴിക്കോടിന് മാർബിൾ ഇടണം അല്ലേ? മുഴുവൻ മുങ്ങിയവൻ എന്ത് കുളിര്. കഷ്ടം.